നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെന്താണെന്നുള്ള ഓരോ സർക്യൂട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, അതുപോലത്തെ സർക്യൂട്ട്സുകളുണ്ടല്ലോ, അതിനെല്ലാം എന്ത് ചെയ്യാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന എലമെൻറ്റ് റെസിസ്റ്ററാണ്. ഓക്കെ, ഒരു റെസിസ്റ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു റെസിസ്റ്ററാണ്. ഇതിന് അക്രോസ് എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഉണ്ടാവും, ഇതിലൂടെ എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്, ടൈം ഡൊമൈനിൽ ഇതാണ് ടൈം വോൾട്ടേജ് വി ഓഫ് ടി, വി സിക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നാണ്. ഇവിടെ ഇതിൻ്റെ ടൈമിൻ്റെ ഡൊമൈനിലാണ്. അപ്പോൾ ഐ ഓഫ് ടി ഇൻറ്റു ആർ എന്ന്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്താക്കുകയാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ഓക്കെ, എസ് ഡൊമൈൻ എന്ന് പറയും ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ. ഫ്രീക്വൻസി ഡൊമൈൻ, എസ് ഡൊമൈൻ, അതെല്ലാം പറയാറുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ വി ഓഫ് ടി എന്നുള്ളത് ടൈമിൻ്റെ തന്നെ, അതായത് നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയാറില്ലേ, അതേപോലെയുള്ളതാണ് ഇത് വി ഓഫ് ടി. അപ്പോൾ ഇതിനെ എസ് ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ വി ഓഫ് എസ് എന്ന് വരും. ഓക്കെ, വി ഓഫ് എസ് ഐ ഓഫ് ടി ഇൻറ്റു ആർ എന്നാണ്. ആർ എന്നുള്ളത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഒരു ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഐ ഓഫ് ടിൻ്റെ ആർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് അവിടെ വയ്ക്കണം. ഐ ഓഫ് ടിൻ്റെ എന്താ വരിക, ഐ ഓഫ് എസ് എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഇതാണ് എസ് ഡൊമൈനിൽ വി ഓഫ് എസ്. ഇതിൽ നമ്മൾ ഐ ഓഫ് ടിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കണം വരിക, വി ഓഫ് ടി ഡിവൈഡ് ബൈ റെസിസ്റ്റർ. ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു വി ഓഫ് എസ് ഡിവൈഡ് ബൈ ആർ. ഓക്കെ ആണല്ലോ, ഇതാണ് ടൈം ഡൊമൈനിൽ, ഇതാണ് എസ് ഡൊമൈനിൽ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻസ്. ഇനി അതേപോലെ തന്നെ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതെന്താണ്, ആർ എന്നുള്ള റെസിസ്റ്റർ, ഇതിൽ കൂടി പോകുന്ന കറണ്ടിനെ ഐ ഓഫ് എസ് എടുക്കും. ഓക്കെ, പ്ലസ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് വി ഓഫ് എസ്. ഇതാണ് എന്ത്, റെസിസ്റ്ററിൻ്റെ ടൈം ഡൊമൈനും റെസിസ്റ്ററിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും എസ് ഡൊമൈനും. രണ്ടാമത് ഞാനൊരു ഇൻഡക്ടർ സർക്യൂട്ടാണ് എടുക്കുന്നത്. സർക്യൂട്ട് എങ്ങനെ വരയ്ക്കല്, ടൈം ഡൊമൈൻ സാധാരണ നമ്മൾ വരക്കാറ് ഒരു ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, അതിൽ കൂടി പോകുന്ന ഒരു കറണ്ട് ഐ ഓഫ് ടി, ഇവിടുത്തെ വോൾട്ടേജിന് വി ഓഫ് ടി. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ ടൈം ഡൊമൈനിലെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, ഇൻഡക്ടറിനെ കുറിച്ചുള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എൽ ഇൻറ്റു ഡി ഐ ഓഫ് ടി ബൈ ഡി ടി ആണ്. വി ഓഫ് ടി ഇസ് എൽ ഇൻറ്റു ഡി ഐ ഓഫ് ടി ബൈ ഡി ടി. ഞാൻ ഇതിന് എന്തെടുക്കുകയാണ്, ഇത് ടൈം ഡൊമൈനിലാണ്. അപ്ലൈ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. അപ്പോൾ വി ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നെ വി ഓഫ് എസ്. ഇവിടെ എൽ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഐ ഓഫ് ടിൻ്റെ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് ടി അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോ എന്നുള്ള വാല്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ടിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് സീറോ എന്നുള്ള വാല്യൂ ഇക്കാരം നമുക്ക് എന്തായിട്ട് കിട്ടുക, ഇവിടെ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് കിട്ടുക. ഇതിന് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്, എൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എസ് എൽ ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് എൽ ഇൻറ്റു ഐ ഓഫ് സീറോ. ഈ എൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതൊരു വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതും എന്തേക്കാരം, ഒരു വോൾട്ടേജ് ആയിക്കാരം, ഇതും എന്തേക്കാരം, ഒരു വോൾട്ടേജ് ആയിക്കാരം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് രണ്ട് വോൾട്ടേജ് മൈനസ് ചെയ്താലേ ഒരു വോൾട്ടേജ് കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ഓഫ് എസ് ഇൻറ്റു ഒരു വാല്യൂ ഉണ്ട്. ഇതിന് നമ്മൾ എന്താ പറയും, ഫ്രീക്വൻസി ഡൊമൈനിലെ ഇമ്പിഡൻസ് എന്ന് പറയും. ഓക്കെ, ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട് എന്താണ്, വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസ് ഡൊമൈനിൽ വരയ്ക്കുകയാണെങ്കിൽ, വി ഓഫ് എസ് എന്നുള്ള ഈ വാല്യൂവിനെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വി ഓഫ് എസ് എന്നുള്ള ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണ വോൾട്ടേജ്, അതിൽ കൂടി എന്തുണ്ട്, ഒരു ഐ ഓഫ് എസ് എന്നുള്ള ഒരു കറണ്ട് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരു ഇമ്പിഡൻസ്, ഒരു ഇൻഡക്ടർ വരും, അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ വാല്യൂ കാരണം എന്ത്,
എസ് ഇൻറ്റു എൽ എന്നുള്ള വാല്യൂ, എസ് ഇൻറ്റു എൽ. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ ഫസ്റ്റ് ഇവിടെ മൈനസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ് പ്ലസ് ഈ വോൾട്ടേജിൻ്റെ വാല്യൂ എൽ ഇൻറ്റു ഐ ഓഫ് സീറോ എന്നുള്ളതാണ് ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഈ സർക്യൂട്ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്, ഇൻഡക്ടറിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു ഇമ്പിഡൻസ് സീരീസ് വിത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഐ ഓഫ് എസ് എസ് എൽ ഇൻറ്റു ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, വി ഓഫ് എസ് മൈനസ് ഈ മൈനസ് എൽ ഇൻറ്റു ഐ ഓഫ് എസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് ഇൻറ്റു എൽ ഇൻറ്റു ഐ ഓഫ് സീറോ എന്നുള്ള വാല്യൂ വന്നു. എസ് ഇൻറ്റു എൽ ഡിവൈഡ് ചെയ്യണം ഞാനിവിടെ, എസ് ഇൻറ്റു എൽ ഡിവൈഡ് ചെയ്തു, ഇവിടെയും എസ് ഇൻറ്റു എൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ എല്ലും കൂടി ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ എന്തുണ്ടാവുള്ളൂ, ഐ ഓഫ് സീറോ ബൈ എസ് എന്നുള്ള വാല്യൂ ആയിക്കാരം ഉണ്ടാവുക. ഇതാണ് എന്ത്, എസ് ഡൊമൈനിൽ കറൻറ്റിൻ്റെ വാല്യൂ. ടൈം ഡൊമൈനിൽ കറൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഐ ഓഫ് ടി ഈസ് ഇക്വൽ ടു, ഇവിടുന്ന് ഐ ഓഫ് ടി ഈസ് ഇക്വൽ ടു 1/L ഇൻ്റഗ്രൽ ഓഫ് വി ഓഫ് ടി ഡി ടി പ്ലസ് ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാറില്ലേ, ഐ ഓഫ് സീറോ. ഓക്കെ, ഇതിന് ഇവിടെ ഒരു 1/L ഉണ്ട്, വി ഓഫ് ടിൻ്റെ ഇൻ്റഗ്രൽ എടുത്താൽ വി ഓഫ് എസ് ബൈ എസ് എന്നേക്കാരം വരിക. അപ്പോൾ വി ഓഫ് എസ് ബൈ എസ്, ഐ ഓഫ് സീറോ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ഒരു എസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അതേപോലെ ഐ ഓഫ് എസ്, അതായത് കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു കറണ്ട് സോഴ്സ് ആണ്, ഐ ഓഫ് എസ് എന്നുള്ള ഒരു കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം ഇതിനെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇമ്പിഡൻസ് സീരീസ് വിത്ത് എന്താണ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇതിനെ നമുക്ക് എന്താക്കുക, ഒരു ഇമ്പിഡൻസ് പാരലൽ വിത്ത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ, പാരലൽ വിത്ത് കറണ്ട് സോഴ്സ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഈ എസ് എൽ എന്നുള്ള ഇമ്പിഡൻസ് അതേപോലെ തന്നെ എഴുതി, ഒരു പാരലൽ വിത്ത് കറണ്ട് സോഴ്സ്, ഈ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്തേക്കാരം വരിക, ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റർ, അതായത് എൽ ഇൻറ്റു ഐ ഓഫ് സീറോ ബൈ എസ് ഇൻറ്റു എൽ. ഈ എല്ലും കൂടി ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇതേപോലെ ഈ സർക്യൂട്ട് മാറും. അപ്പോൾ ഇവിടത്തെ കൂടിയുള്ള കറണ്ടാണ് എന്ത്, ഐ ഓഫ് എസ്. ഇതിന് അക്രോസുള്ള വോൾട്ടേജ് അതേപോലെ തന്നെ ഉണ്ടോ എന്ത്, വി ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇക്വേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഈ ഇതിൽ കൂടെ പോണ കറന്റ് പ്ലസ് ഇതിലൂടെ പോണ കറന്റ് ആയിക്കാരം. ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് സീറോ ബൈ എസ് എന്നുള്ള വാല്യൂ കിട്ടി. ഈ ഇമ്പിഡൻസിൻ്റെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് ചെയ്താൽ എന്തായിട്ടും ഇതിൽ കൂടെയുള്ള കറന്റ് കിട്ടും. അപ്പോൾ വി ഓഫ് എസ് ബൈ എസ് ഇൻറ്റു എൽ പ്ലസ് ഐ ഓഫ് സീറോ ബൈ എസ്. ഓക്കെ, ഇതാണ് എന്ത്, ഒരു ഇൻഡക്ടറിൻ്റെ ട്രാൻസ്ഫോർമഡ് സർക്യൂട്ട്. ഓക്കെ, ഇത് എക്സാം ചോദിക്കാറുണ്ട്. ഇൻഡക്ടറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള രണ്ട് സർക്യൂട്ടുകളെ വരക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ എലമെൻ്റാണ് കപ്പാസിറ്റർ. ഓക്കെ, ഒരു കപ്പാസിറ്റർ എങ്ങനെ വരക്കാറ്, ഒരു കപ്പാസിറ്റർ ഇതിനക്രോസുള്ള വോൾട്ടേജിനെ വി ഓഫ് ടി, ഇതിൽ കൂടി പോണ കറണ്ടിനെ ഐ ഓഫ് ടി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഓഫ് ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു സി ഡി ബൈ ഡി ടി എന്നാണ്. അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഓഫ് ടിൻ്റെ ഇക്വേഷൻ 1/c ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി പ്ലസ് വി ഓഫ് സീറോ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ്, രണ്ട് ഇക്വേഷനും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ ഐ ഓഫ് ടി എന്നുള്ളതിന് എന്തൊരു, ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ് എന്ത്, എസ് ഇൻറ്റു വി ഓഫ് എസ് മൈനസ് വി ഓഫ് സീറോ എന്നത്. ഓക്കെ, ഇനി ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ
എന്തായിക്കാരം കിട്ടുക വി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/c ഐ ഓഫ് എസ് ബൈ എസ് പ്ലസ് വി ഓഫ് 0/s എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇതിനെ 1/c/s എന്ന് എഴുതാം. അപ്പോൾ ഈ സർക്യൂട്ട്, ഈ രണ്ട് സർക്യൂട്ടിനെ നമുക്ക് എന്താക്കണം, ട്രാൻസ്ഫോമഡ് സർക്യൂട്ട് വരക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് വരക്കുകയാണ്. ഇവിടെ ഇതെന്താണ് വോൾട്ടേജ് ആണ്, ഇതെന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, ഇതെന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വോൾട്ടേജ് സോഴ്സ് എന്ന് വെച്ചാൽ 1/cs എന്നുള്ള ഇമ്പിഡൻസിനായിട്ട് ഒരു ഐ ഓഫ് എസ് എന്നുള്ളത് എന്താണ് വരച്ചതാണ്. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക, 1/cs അതേ ഇൻറ്റു ഐ ഓഫ് എസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വോൾട്ടേജ് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, വേറൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇവിടെ എന്താണ് പ്ലസ് ആണ്, താഴെ മൈനസ്. ഇതിൻ്റെ വാല്യൂ വി ഓഫ് 0/s എന്നുള്ള വാല്യൂ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പ്ലസ് ഓർ മൈനസ് വി ഓഫ് എസ്. അവിടെ വി ഓഫ് എസ് എന്തൊക്കെയാണ്, ഐ ഓഫ് എസ് ഇൻറ്റു 1/cs പ്ലസ് വി ഓഫ് എസ് ബൈ എസ്. ഓക്കെ, ഇനി ഇതിനെ എന്താക്കാം, നമുക്ക് ഇമ്പിഡൻസ് സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ ആക്കി മാറ്റാം, ഇമ്പിഡൻസ് പാരലൽ വിത്ത് കറണ്ട് സോഴ്സ് ആക്കിയിട്ട് മാറ്റാം. കറണ്ട് സോഴ്സിൻ്റെ ആരോ മാർക്ക് എങ്ങോട്ടേക്കാരം, പ്ലസ് കൊടുത്തിട്ടേക്കാരം ആരോ മാർക്ക് ഉണ്ടാവുക. ഇതിൻ്റെ വാല്യൂ 1/cs എന്നാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റർ ചെയ്താൽ, അല്ല ഇമ്പിഡൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വി ഓഫ് 0/s ഡിവൈഡ് ബൈ 1/cs. ഈ എസും എസും കൂടി ക്യാൻസൽ ആയി പോയി, ബാക്കി എന്തുണ്ടാവുക, സി ഇൻറ്റു വി ഓഫ് 0 എന്നുള്ള വാല്യൂക്കാരം ഈ കറൻറ്റിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഐ ഓഫ് എസ് ഉണ്ടാവും പ്ലസ് ഓർ മൈനസ് വി ഓഫ് എസ്. ഇതിനെ എങ്ങനെ ആക്കിയത്, എസ് ഇൻറ്റു സി വി ഓഫ് എസ് മൈനസ് സി ഇൻറ്റു വി ഓഫ് 0 എന്നാക്കുക ഐ ഓഫ് എസ്. ഇവിടുത്തെ വോൾട്ടേജിൻ്റെ ഇതിൽ കൂടി പോണ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് വരിക, വി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1/cs എന്നൊക്കെയാണ്. അപ്പോൾ സി എസ് ഇൻറ്റു വി ഓഫ് എസ് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, രണ്ട് കപ്പാസിറ്ററിൻ്റെ രണ്ട് സർക്യൂട്ട്. ഒരു കപ്പാസിറ്റർ മാത്രം തന്നാൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ 1/s ഇൻറ്റു ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യൽ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഡിവൈഡ് ബൈ എസ് ചെയ്യുക. ഓക്കെ.